നമ്മളുടെ വീട്ടിലെ തറ, പാത്രങ്ങൾ, വാഷ് ബേസിൻ, ടോയ്ലറ്റ്, ഗ്ലാസുകൾ, വസ്ത്രത്തിലെ കറകൾ, കരിമ്പൻ, പായല്, മാർബിൾ എന്നിവയെല്ലാം വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് പൗഡറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ടൈപ്പിലുള്ള ക്ലീനിങ് പൗഡർ ഉണ്ടാക്കി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, ഏതൊക്കെ അനുപാതത്തിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഇത് വിൽക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇവിടെ നമ്മളൊരു നല്ല ക്ലീനിങ് പൗഡർ ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, മാർക്കറ്റിൽ ലഭിക്കുന്ന വലിയ വലിയ പരസ്യങ്ങളുടെ അകമ്പടിയോടുകൂടി വരുന്ന ചിലതൊക്കെ ഇപ്പോൾ വരുന്ന ഇഞ്ചി തേക്കാം, നാരങ്ങ തേക്കാം എന്നൊക്കെ പറഞ്ഞാണ്. ഇവയൊന്നും തന്നെ അത്ര കണ്ട് ഫലപ്രദമല്ല. കാരണം മറ്റൊന്നുമല്ല, അവർ പരസ്യത്തിന് മുടക്കുന്ന കാശ് അതിന്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ മുടക്കിയിരുന്നെങ്കിൽ അതിലേറെ നമുക്ക് ഗുണപ്പെട്ടേനെ. പക്ഷെ ഇപ്പോൾ അവർക്കാണ് ഗുണപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് നമുക്ക് ഗുണപ്പെടുന്ന അല്ലെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗുണപ്പെടുന്ന ഒരു കൂട്ടാണ്. തീർച്ചയായിട്ടും ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്യും. അതിന് 100% ചാൻസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് പേരില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഗുണമേന്മയുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം വേണ്ടത് ആസിഡ് സ്ലറി ആണ്. 2 കിലോഗ്രാം വേണം. രണ്ടാമത് വേണ്ടത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. 2.5 കിലോഗ്രാം വേണം. പിന്നെ വേണ്ടത് SMS ആണ്. 3 കിലോഗ്രാം വേണം. പിന്നെ വേണ്ടത് അലക്കുകാരം 5 കിലോഗ്രാം വേണം. പിന്നെ അലുവാക്കാരം 2.5 കിലോഗ്രാം വേണം. പിന്നെ ഡോളമൈറ്റ് പൗഡർ ഉണ്ട്, അത് 30 കിലോഗ്രാം വേണം. ഇത് ടോട്ടൽ വരുമ്പോൾ 50 കിലോഗ്രാമിന്റെ ഒരു കൂട്ടാണ്. നിങ്ങൾക്ക് അതല്ല കുറയ്ക്കണം എങ്കിൽ 10% ആക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗറിന്റെ 10% ആക്കി എടുത്താൽ മതി. പ്രൊപ്പോർഷൻ ഇതായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെ ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൂട്ട് ലഭിക്കുകയില്ല. ആദ്യമായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ ടാർപോളിൻ പോലെയുള്ള സാധനം അല്ലെങ്കിൽ ചാക്ക് പോലെയുള്ള സാധനം നമുക്ക് വേണം. അത് തറയിൽ നിരത്തിയിട്ടതിന് ശേഷം ഈ പൗഡറുകൾ ചേർത്ത് നന്നായി കൂട്ടി ഇളക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഏറ്റവും ആദ്യം ഇടേണ്ടത് ഡോളമൈറ്റ് പൗഡർ ആണ്. അത് നന്നായി തറയിൽ നിരത്തുക. അതിന് ശേഷം ഇടേണ്ടത് അലുവാക്കാരമാണ്. അതിന് ശേഷം ഇടേണ്ടത് SMS ആണ്. അതിന്റെ മുകളിൽ സോഡിയം ബൈകാർബണേറ്റ്. ഇങ്ങനെ ക്രമത്തിൽ ഇടണം. ശേഷം നമ്മൾ എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി ചേർത്ത് യോജിപ്പിക്കുക. നല്ലൊരു മിശ്രിതം തയ്യാറായി കഴിയുമ്പോൾ ആസിഡ് സ്ലറി ധാരയായി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ചേർത്തിളക്കുക. അതായത് സ്ലറി എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് വളരെ ശ്രദ്ധിച്ച് ഈ ഇളക്കി വെച്ച പൗഡറിന്റെ മണ്ടയ്ക്കൂടെ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഒഴിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 2 പേരുടെ പണിയാണിത്. ഒരാൾ ഒഴിക്കാനും ഒരാൾ ഇളക്കാനും തീർച്ചയായിട്ടും വേണ്ടി വരുന്ന ഒരു പരിപാടിയാണ്. ഇനി ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ടായിരിക്കും, പക്ഷെ ഇതിന് സുഗന്ധം, എല്ലാവർക്കും ഇപ്പൊ സുഗന്ധമാണ് വേണ്ടത്. അത് ചേർക്കണമെങ്കിൽ നമുക്ക് അതും വാങ്ങി വെക്കാം. ഇത്രയും സാധനത്തിന് ഈ ഒരു 50 കിലോയ്ക്ക് കൂടി വന്നാൽ ഒരു 25 ml മതിയായിരിക്കും സുഗന്ധം. അത് നമുക്ക് ഈ വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടും. അതും ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി പാക്ക് ചെയ്യാം. ഉടനെ തന്നെ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീൽ ചെയ്യുന്നത് കൃത്യമായിരിക്കണം. ഡബിൾ സീലിംഗ് ചെയ്യുക. കാരണം ഇതിന്റെ ഫ്ലേവർ ഇല്ലെങ്കിൽ ഇതിന്റെ ഫ്രാഗ്രൻസ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായി. ഇനി ഇത് എവിടെ കിട്ടും? നമുക്ക് നമ്മളുടെ ടൗണുകളിൽ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും കെമിക്കൽ ഷോപ്പുകളുണ്ട്. മെഡിക്കൽ ഷോപ്പുകളല്ല, കെമിക്കൽ ഷോപ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള സോപ്പ് പൊടി, ലിക്വിഡ് അങ്ങനെയുള്ള നിർമ്മിക്കുന്ന കടകൾ, അതിനുവേണ്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കടകൾ ധാരാളമുണ്ട്. അവിടെ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പറഞ്ഞാൽ മതി, അവര് കൃത്യമായിട്ട് എടുത്തു തരും. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെറിയ ക്വാണ്ടിറ്റിയും വാങ്ങിക്കാം, വലിയ ക്വാണ്ടിറ്റിയും വാങ്ങിക്കാം. ഹോൾസെയിലായിട്ട് ഇത് ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ വേണമെങ്കിലും വാങ്ങിക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള ലിങ്ക് കൊടുക്കാഞ്ഞത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമ്മളുടെ അയൽപക്കങ്ങളിൽ വിതരണം ചെയ്യുക. അങ്ങനെ ആ പ്രോഡക്റ്റ്, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഗുണമേന്മയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതൊരു കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ലൈസൻസുകൾ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ DIC പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയി മറ്റുള്ള കാര്യങ്ങൾ തിരക്കേണ്ടതാണ്.
തിരക്കി. കാരണം നമുക്ക് ഭാവിയിൽ ഇതൊരു വലിയ ബിസിനസ് ആക്കി വളർത്തണം, നല്ല അടിപൊളി കവറുകളിൽ ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പോകണം. ഇപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു സാധാരണ സീലിംഗ് മെഷീനിൽ ചെയ്താൽ മാത്രം മതിയാകും. കവർ എവിടെ കിട്ടും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സീലിംഗ് മെഷീനുകൾ എവിടെ കിട്ടും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും, ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കാണും, കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റിൽ കുറിക്കുക. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചും അവരെ സഹായിക്കുന്ന കാര്യങ്ങളുമാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കും. നന്ദി, നമസ്കാരം.